ഫാസിസം ഫാസിസത്തെ പൊതുവെ രണ്ടായി തിരിക്കാം. കൾച്ചറൽ ഫാസിസം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫാസിസം. പൊളിറ്റിക്കൽ ഫാസിസം, രാഷ്ട്രീയ ഫാസിസം ഭരണത്തിന്റെ മെഷീനറി ഉപയോഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഗവൺമെന്റിന്റെ മെഷീനറി ഉപയോഗിച്ച് സർവാധിപതികളാവുക എന്നതാണ് പൊളിറ്റിക്കൽ ഫാസിസം. ഒരു പക്ഷേ സാംസ്കാരികമായ ഫാസിസം ഇതിൽ വിഭിന്നമാണ്. സാംസ്കാരിക ഫാസിസം അത് മൈൻഡ് സെറ്റാണ്, ആശയങ്ങളുടെ ഫാസിസമാണ്. ഇതിലേത് ഭീകരമായ തലത്തിലേക്ക് വളർച്ച വ്യാപിക്കുന്നത് ഇന്നൊരു പക്ഷേ കേരളത്തിന്റെ അവസ്ഥയിലും ഇന്ത്യയുടെ അവസ്ഥയിലും ഈ സാംസ്കാരികമായ ഫാസിസം വളരെ അധികം ഓരോ ദിനം കൂടുന്തോറും ആശയപരമായിട്ടുള്ള ഈ ഫാസിസത്തിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ആശയങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫാസിസത്തിന്റെ, കൾച്ചറൽ ഫാസിസത്തിന്റെ വേരുകൾ പാകും, വിത്തുകൾ പാകുന്നത്. അതൊരു പക്ഷെ അപകടകരമാണ്. പൊതുവായിട്ട് ഈ കൾച്ചറൽ ഫാസിസത്തെ ഞാൻ നമ്മുടെ വിഷയം അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രതിരോധം ഫാസിസത്തിനെതിരെയുള്ള. ഈ സാംസ്കാരിക പ്രതിരോധത്തിലൂടെ ഫാസിസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അത്ര എളുപ്പത്തിൽ ആർക്കും കരുതണ്ട. ലോകത്ത് ഹിറ്റ്ലർ ആയാലും സ്പെയിനിലെ ഫ്രാങ്കോ ആയാലും മുസോളിനി ആയാലും ഫാസിസത്തെ തടഞ്ഞു നിർത്തിയത് അവിടുത്തെ മിലിറ്ററി തന്നെയാണ്. ഒരു സൈനികപരമായുള്ള ചെറുത്തുനിൽപ്പ് കൊണ്ടാണ് ലോകത്തെവിടെയും ഫാസിസം തകർന്നു പോയിട്ടുള്ളത്. പക്ഷേ ഫാസിസത്തിന്റെ ഇന്ന് വിഷമത്തോടു കൂടി പറയട്ടെ, ഫാസിസം അതിൻ്റെ മൂർധനാവസ്ഥയിലേക്ക് എത്തുന്ന എല്ലാ ലക്ഷണങ്ങളും കണ്ടു കഴിഞ്ഞു. ഫാസിസത്തിന്റെ പ്രധാനമായിട്ടുള്ള പല ലക്ഷണങ്ങളും ഉണ്ട്. അതിൽ 10-12 ലക്ഷണങ്ങളിൽ 2 ഒഴികെ ഇന്ന് ഏകദേശം വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ തെറ്റുധരിപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുക എന്നതൊഴിച്ച്, അല്ലെങ്കിൽ സൈനിക മേഖല സർവാധിപത്യം സൈന്യത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നതൊഴിച്ച്, ഈ 2 ലക്ഷണങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഫാസിസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്നത്, ഫാസിസം ആദ്യം തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിൽ, അല്ലെങ്കിൽ ഫാസിസം ആദ്യം നിർമ്മിക്കുന്നത് ഒരു കപട ദേശീയതയാണ്, ഒരു അമിതമായ ദേശീയത. ആ അമിതമായ ദേശീയതയുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അമിതമായ ദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് കാപട്യമായ ദേശീയത എത്തിക്കുക എന്നതാണ് ഫാസിസം കൊണ്ടുവരുന്ന ആദ്യത്തെ നിർമ്മാണം. ആദ്യമെങ്കിൽ ഫാസിസത്തിന്റെ ആദ്യത്തെ ലക്ഷണം എന്നത് കപട ദേശീയതയാണ്. ഈ കപട ദേശീയതയുടെ അടിസ്ഥാനം ഒരു ശത്രുവാണ്, ഒരു അപരനാണ്, അല്ലെങ്കിൽ മറ്റൊരു ശത്രുവാണ്, അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരനാണ്, അപരനാണ്. ഈ ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരു ദേശീയത ഉണ്ടാക്കുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ആദ്യത്തെ രീതി. ഈ കപട ദേശീയതയ്ക്കെതിരെ ആര് സംസാരിച്ചാലും, അത് പിഞ്ചു കുഞ്ഞായാലും വൃദ്ധനായാലും മതമേലധ്യക്ഷനായാലും രാഷ്ട്രീയക്കാരനായാലും, അവനെ രാജ്യദ്രോഹിയായിട്ട്, ആന്റി നാഷണലായിട്ട് മാറ്റുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ആദ്യത്തെ രീതി. ഈ കപട ദേശീയതക്കെതിരെ ആര് ശബ്ദിച്ചാലും അതിനെ അക്രമാസക്തമായിട്ട് തന്നെ നേരിടുക എന്നതാണ് ഫാസിസത്തിന്റെ ഈ കപട നിർമ്മിതിയുടെ ആദ്യത്തെ ഫലം. ഫാസിസം കൊണ്ടുവരുന്ന ഈ കപട ദേശീയതയാണ് ഫാസിസത്തിന്റെ മുഖമുദ്രയായിട്ട് ഫാസിസം കൊണ്ടുവരുന്ന ആദ്യത്തെ ലക്ഷണം. ഇത് അപകടകരമാണ്. അതുപോലെ തന്നെ ഫാസിസം ചെയ്യുന്ന മറ്റൊരു ലക്ഷണം, ഫാസിസത്തിന്റെ അതിപ്രധാനമായ ലക്ഷണം, ഇന്നൊരു പക്ഷെ കാണപ്പെടുന്നൊരു ലക്ഷണം, ബുദ്ധിജീവികളോടുള്ള എതിർപ്പ്. അത് ചരിത്രത്തിന്റെ പഴയകാല ചരിത്രം, ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെ ചരിത്രം നോക്കിയാലും ഒരുപക്ഷെ അവർക്കെതിരെ ആദ്യമായിട്ട് പ്രതികരണം നടത്തിയത് ഇതുപോലുള്ള ബുദ്ധിജീവികൾ എന്ന് പറയാം, അല്ലെങ്കിൽ എഴുത്തുകാരെന്ന് പറയാം. ഈ സാംസ്കാരികമായ ഈ ഫാസിസത്തെ എതിർക്കുന്നത് ഈ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഒരുപക്ഷെ അവർക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് ഫാസിസത്തിന്റെ മറ്റൊരു ലക്ഷണം. അത് ഈ അടുത്ത് MT വാസുദേവൻ നായരായാലും കുൽബുർഗി ആയാലും ആരായാലും ഫാസിസം ചെയ്യുന്നത് ബുദ്ധിജീവികളോടുള്ള, അതുപോലെ തന്നെ ഈ ചിന്തകന്മാരിലേക്കുള്ള കടന്നുകയറ്റം, അവരെ എതിർക്കുക എന്നതാണ് ഫാസിസത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ ഫാസിസത്തിന്റെ ഈ ചിന്തകന്മാരുള്ള എതിർപ്പ് പോലെ തന്നെ ഫാസിസത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷണം എന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നുകയറ്റം.
ഒരുപക്ഷെ ഫാസിസത്തിനെതിരെ, രാജ്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്നും ആദ്യത്തെ പ്രതികരണം വരുന്നത് ഉന്നത സർവകലാശാലകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം ആർജിച്ച യുവാക്കളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഫാസിസം ചെയ്യുന്നത് ഇന്ത്യക്ക് യശസ്സായിട്ട് ലോകത്തിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് JNU ആയാലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയാലും ഇതൊക്കെ ഒരു എക്സാമ്പിൾ മാത്രം. കഴിഞ്ഞ ഒരു വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഉന്നത സർവകലാശാലകളിലേക്കുള്ള കടന്നുകയറ്റമാണ് ഫാസിസത്തിന്റെ മറ്റൊരു ലക്ഷണം. അവർ ടാർഗറ്റ് ചെയ്യുന്നതും ഉന്നത സർവകലാശാലകൾ കീഴ്പ്പെടുത്തുക എന്നതാണ്. ഒരുപക്ഷെ ആശയത്തിന്റെ വ്യാപ്തിയും അല്ലെങ്കിൽ ആശയത്തിന്റെ ഉത്ഭവവും ഒരുപക്ഷെ ഈ ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് ആദ്യത്തെ പടി ഉയർന്നു വരുന്നത് ഒരുപക്ഷെ ഇത്തരം ഉന്നത സർവകലാശാലകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഫാസിസം ആദ്യം കീഴ്പ്പെടുത്താനും ചെറുത്തു തോൽപ്പിക്കാനും ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ഈ പ്രതിഷേധത്തെയാണ്. അതുകൊണ്ട് ഫാസിസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഉന്നത സർവകലാശാലകളിലേക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫാസിസത്തിന്റെ കടന്നുകയറ്റം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു ലക്ഷണമാണ് ഫാസിസത്തിന്റെ സുപ്രധാനമായ അടിസ്ഥാനപരമായ ഒരു ലക്ഷണം. അതുപോലെ തന്നെ ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, ഇന്ന് കാണപ്പെടുന്നതുമായ ലക്ഷണം, ഒരു അപരണ സൃഷ്ടിക്കുക എന്നതാണ് ഫാസിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. ഈ എന്ത് പറഞ്ഞാലും മീൻസ് ബീഫ് കഴിക്കുകയാണോ, ബീഫ് കഴിക്കണമെന്നാണോ, അല്ലെങ്കിൽ ബീഫിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണോ, നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം, ഇങ്ങനെ വെച്ചിട്ട് ഒരു അപരണ സൃഷ്ടിക്കുക എന്നതാണ് ഫാസിസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു ലക്ഷണം. തനിക്ക് അപരമായി നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ വിശ്വാസത്തെ എതിർക്കുന്ന, തൻ്റെ ഈ കപട നിർമ്മിതിയെ എതിർക്കുന്ന എന്തിനേയും നാട് വിട്ടു പോകാനും നാട് കടത്താനും അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നത് മൊത്തത്തിലും ദേശവിരുദ്ധരായി കണക്കാൻ ഒരു അപരണ സൃഷ്ടിക്കുക എന്നത് ഈ ഫാസിസത്തിന്റെ സുപ്രധാനമായ ഒരു ഘടകവും ഒരു ലക്ഷണവുമാണ്. അത് ചരിത്രത്തിന്റെ നിർമ്മിതികൾ, പഴയകാല ഹിറ്റ്ലറിന്റെയും മുസോളിനി ആയാലും സ്പെയിനിലെ ഫ്രാങ്കോ ആയാലും ലോകത്ത് മുഴുവനുള്ള ഏകാധിപതികളെയും അപരണ സൃഷ്ടിക്കുക എന്നത് അത് ഫാസിസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ലക്ഷണമാണ്. ഒരുപക്ഷെ വിഷമസമാധാനം നമുക്ക് പറയാൻ പറ്റും, ഇന്ന് ഈ അപരണ സൃഷ്ടികളാണ് ഇന്ന് ഈ നമ്മുടെ ഈ പൊളിറ്റിക്കൽ ട്രെൻഡ്, രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ കൂടുതൽ കാണപ്പെടുന്നത്. ഈ ലക്ഷണം അതിൻ്റെ മൂർധനാവസ്ഥയിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫാസിസത്തിന് വളർച്ച പ്രാപിക്കാനുള്ള ഒരു വളക്കൂറ് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധമില്ലായ്മ ഫാസിസത്തിന് എന്നും വളക്കൂറായിട്ടുണ്ട്. ഒരിക്കലും ഒരു ഫാസിസം വരുമ്പോൾ ഫാസിസത്തിന് സപ്പോർട്ടില്ലാത്ത ഒരു മണ്ണിലേക്കല്ല ഫാസിസം വരുന്നത്. ഇത്തരം സ്വേച്ഛാധിപതികൾ അനുകൂലിക്കാൻ പോകുന്ന ഒരു അത്യാവശ്യം എളുപ്പത്തിലുള്ള ഒരു സപ്പോർട്ട്നെസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സമരം നടന്നു, അവിടുത്തെ ഹെഡിനെ പുറത്താക്കാൻ വേണ്ടി. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ, ഒരുപക്ഷെ സമരങ്ങൾ അവിടെയുള്ള വിദ്യാർത്ഥികളെ സമരം ചെയ്ത് 150 ദിവസങ്ങൾക്കപ്പുറത്തേ കഴിഞ്ഞു. പക്ഷേ ആ സമരം എല്ലാ ഒരു ദേശീയ മേഖലയിലേക്ക് എത്താത്ത രീതിയിൽ അത് തകർന്നു പോവുകയും അവർ വീണ്ടും ക്ലാസ് തുടങ്ങി. പക്ഷെ ഇതിൽ ഈ പ്രധാനപ്പെട്ട രീതിയിൽ ഈ സമരം പൊളിയാനുള്ള കാരണം പൊതുസമൂഹത്തിന്റെ പ്രതികരണമില്ലായ്മയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ പ്രതികരണമില്ലായ്മ ഉണ്ടാക്കുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ആദ്യത്തെ, അല്ലെങ്കിൽ ഈ പൊതുസമൂഹം അടിമപ്പെടുക എന്നതാണ് ഫാസിസത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വളർച്ചയ്ക്കുള്ള ഘടകം. അതുപോലെ ഫാസിസത്തിന്റെ ഒരു ആഖ്യാനപരമായ ഒരു താർക്കിക ശൈലിയുണ്ട്. അത് ഫാസിസത്തിന്റെ ഇന്നൊരു പക്ഷെ ഒരു ഫാസിസത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഫാസിസ്റ്റുകളുടെ തെറ്റിനെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ മറുചോദ്യമായിട്ട് തർക്കുത്തരമായിട്ട് അവർ ചോദിക്കും. അവർ ചരിത്രം പലതും ചരിത്രം മാറ്റിക്കുറിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ തിരിച്ച് അതിന് ന്യായീകരണം കണ്ടെത്തും. 1984 സിഖ് കലാപത്തെക്കുറിച്ച് ചോദിക്കും. ഇങ്ങനെ തർക്കുത്തരങ്ങളിലൂടെ ആഖ്യാനത്തെ ഹൈജാക്ക് ചെയ്യുക എന്നത് ഈ ഫാസിസത്തിന് അപകടകരമായ ഒരു ലക്ഷണവും ഫാസിസം ചെയ്തു വരുന്ന ഒരു മാർഗവുമാണത്. അതുകൊണ്ട് ഈ തർക്കങ്ങളിലൂടെ ആഖ്യാനത്തെ ഹൈജാക്ക് ചെയ്യുക എന്നത് ഫാസിസത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇവരോട് നമ്മൾ മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നതിനെ കുറിച്ച് ചോദിച്ചാൽ അവർ ചോദിക്കും,
തൊടുപുഴയിലെ അധ്യാപകനെ കൈവെട്ടിയ കേസ്. ഇങ്ങനെ ഇവർ തെറ്റുന്ന ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും ഇവർ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്കും ഇവർ ന്യായീകരണം കണ്ടെത്തും. അതിനുവേണ്ടി അവർ ചരിത്രങ്ങൾ തേടി ന്യായീകരണങ്ങളുമായി വരും. വേണമെങ്കിൽ അവർ ഈ ചരിത്രങ്ങളെ തിരുത്തിയിട്ടാണെങ്കിലും ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാനും അവർ ചെയ്യുന്ന തെറ്റുകളെ മുഴുവനും അവർ ന്യായീകരിച്ച് അതിനെ നന്മയാക്കാൻ അവർ വേണ്ട വിധം ഫാസിസം ശ്രമിക്കും. അത് ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതൊരു അടവാണ്. ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട ഫാസിസ കേന്ദ്രീകൃതമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ ഇഴകിച്ച് കാണിക്കാൻ, അതിന് ചെറുതാക്കി കാണിക്കാൻ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു അടവാണിത്. തർക്കുത്തരങ്ങളിലൂടെ വ്യാഖ്യാനങ്ങളെ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നത് ഫാസിസം ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു മാർഗമാണ്, ഒരു ലക്ഷണമാണ് ഫാസിസത്തിന്റെ. അതുകൊണ്ട് ഫാസിസത്തോട് നമുക്ക് ഈ തെറ്റിനെ ന്യായീകരിക്കുന്ന ഈ ഫാസിസത്തിന്റെ ഈ അപകടകരമായ ഈ മാർഗത്തെ ഒരുപക്ഷെ വളക്കൂറുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു ബാലൻസിങ് നടത്തും. ആ ബാലൻസിങ്, ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം തന്നെ മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കും, മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം തന്നെ ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് നടത്തും. ഇങ്ങനെ അതുപോലെ മാധ്യമങ്ങളിലാണെങ്കിലും ഒരു ബാലൻസിങ് ആണ്, ഒരു ബാലൻസിങ്. ഈ ബാലൻസിങ് ഒരു പക്ഷെ ഫാസിസത്തിന് വളരാനുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹിന്ദു തീവ്രവാദത്തെക്കുറിച്ചും മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ച് സംസാരിക്കുക. ഈ ബാലൻസിങ് ഫാസിസത്തിന് വളരാനുള്ള ഒരു മികച്ച ഒരു വളക്കൂർ സൃഷ്ടിക്കുക, വളം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഈ ബാലൻസിങ്. ഈ ബാലൻസിങ് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഇങ്ങനെ ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഈ ഫാസിസം, അത് സാംസ്കാരിക ഫാസിസം ആവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ഫാസിസം ആവട്ടെ, ഈ ഫാസിസത്തെ സാംസ്കാരികപരമായിട്ട് എങ്ങനെ പ്രതിരോധിക്കുക എന്നത് അത്ര എളുപ്പത്തിലുള്ള ഒന്നല്ല. ലോകത്ത് ഫാസിസത്തിന്റെ നിലവിൽ വന്ന മുഴുവൻ സമൂഹങ്ങളും അതിനെ തൂത്തെറിഞ്ഞത് സൈനികമായിട്ടുള്ള എതിർപ്പുകളും സൈനികമായ ഇടപെടലുകൾ കൊണ്ടുമാണ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഈ കണ്ടുവരുന്ന ഈ ഫാസിസത്തെ നമുക്ക് പ്രതിഷേധത്തിലൂടെയാണ് ഇന്നുള്ള എഴുത്തുകാരുമൊക്കെ ഈ ഫാസിസത്തെ എതിർക്കുന്നത്. തങ്ങൾക്ക് കിട്ടിയ ബഹുമതികളും അവാർഡുകളും നിരസിച്ചുകൊണ്ട് അതിനെതിരെ തനിക്ക് കഴിയുന്ന രീതിയിൽ അതിനെതിരെ തന്റെ പ്രതിഷേധം അറിയിക്കുക എന്നതാണ് ഫാസിസത്തോട് ചെയ്യാവുന്ന ഏറ്റവും പ്രതിഷേധവും ഓർമ്മപ്പെടുത്തലുകളുമാണ് ഫാസിസത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രതിഷേധിക്കാതെ അടിമപ്പെട്ട ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫാസിസത്തിന്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ അവൻ ഓരോ കള്ളത്തരങ്ങൾ പടച്ചു വിടുകയും അങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മൂർധനാവസ്ഥയിലേക്ക് ആ ഫാസിസത്തിന്റെ ഒരു ഭീകരരൂപമായിട്ട് അത് മാറും. ഫാസിസം ഏത് ചരിത്രത്തിൽ നോക്കുകയാണെങ്കിലും ഫാസിസം ഒരു ഏകാധിപത്യവും സർവാധിപത്യവും മാത്രമല്ല, ഏകാധിപത്യവും സർവാധിപത്യവും ആകെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ മനോനില രൂപപ്പെടുത്തുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. അതിനനുകൂലം ഹിറ്റ്ലറായാലും മുസോളിനി ആയാലും അതിനെ എതിർക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സമൂഹം അവർക്ക് പിന്നിലുണ്ടാകും. ഒരു പക്ഷേ എല്ലാ ഫാസിസവും അത് ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ഈ തെറ്റുന്ന കൊള്ളരായുധങ്ങളെ നീളം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഒരു മനോനിലയെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതവർ മതങ്ങൾ ഉപയോഗിച്ചു, ജാതികൾ ഉപയോഗിച്ചു, ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കാം. അത് ഫാസിസത്തിന്റെ ഒരു രീതിയാണ്. ഫാസിസം ഒരിക്കലും ഒരു പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിലൂടെ ഒരു കൂട്ടക്കൊലയിലൂടെ ഒരിക്കലും ഫാസിസം അതിൻ്റെ മേഖലയിലേക്ക് എത്തില്ല. ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ഏറ്റവും ബുദ്ധിപൂർവമായ നടപടി എന്നത്. തങ്ങൾക്ക് തൻ്റെ കൊള്ളരായുധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഫാസിസം ചെയ്യുന്ന ഏറ്റവും ബുദ്ധിപൂർവമായ നടപടിയും ബുദ്ധിപൂർവമായ നീക്കവും. ഫാസിസത്തിന്റെ ചരിത്രത്തിൽ മുഴുവൻ അങ്ങനെയാണ്. അത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷ സ്വഭാവമാണ്. ഇത്തരം ഈ ഫാസിസ്റ്റുകൾക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയ ചേരികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ, പ്രതിഷേധിക്കുന്നവർ, ഇവരെ തച്ചമർത്തി ഇവരെ